ഞാനിന്നും നല്ല സൂപ്പർ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൾ സിറം വിനിഗർ വെച്ചാണ് ഇടുന്നത്. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ഥിരമായി ഉപയോഗിക്കാനൊന്നും പാടില്ല. പിന്നെ നമ്മൾ ഈ ടാനൊക്കെ അടിച്ച് വെയിലത്തൊക്കെ പോയി നല്ലവണ്ണം മുഖത്ത് ടാനൊക്കെ അടിച്ച് വീണ സമയത്ത് ഇത് സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ആപ്പിൾ സിറം വിനിഗർ 1 സ്പൂൺ ഒഴിക്കുമ്പം അതിൻ്റെ കൂടെ ഒന്നുകിൽ ഒരു സ്പൂൺ പച്ചവെള്ളം, അല്ലെങ്കിൽ നമ്മൾ പാലോ നമ്മളെ പനിനീരോ എന്തെങ്കിലും കൂടെ ചേർക്കണം കേട്ടോ. അല്ല ആപ്പിൾ സിറം വിനിഗർ മാത്രം ഉപയോഗിച്ചുകൂടാ. ഞാൻ ആപ്പിൾ സിറം വിനിഗറും 1 സ്പൂൺ പാലും പിന്നെ 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ചേർത്താണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. നമ്മുടെ മുഖമൊക്കെ നമ്മൾ വെയിലത്തൊക്കെ പോയി വരുമ്പം ഇങ്ങനെ കരുവാളിച്ചിരിക്കുമല്ലോ, അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വിളയിലൊക്കെ പോയി കറങ്ങിയടിച്ച് വന്നപ്പോഴേക്കും എൻ്റെ മുഖത്തേക്ക് നല്ല ഒരു കറുത്ത ഇതുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഇട്ടെനിക്ക് നല്ല മാറ്റമുണ്ട്. എന്നും ഉപയോഗിക്കാൻ പാടില്ല, വല്ലപ്പോഴും മാത്രം, ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ പോയിട്ട് വന്നാൽ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ കാണാം. എല്ലാവർക്കും ടാറ്റ. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തുണിയിൽ ചൂടുവെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ആവി നമ്മളെ മുഖത്ത് നല്ലവണ്ണം ഒന്ന് പിടിപ്പിക്കുക. വലിയ ചൂട് വേണ്ട. അതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആവി നമ്മളെ മുഖത്തൊന്ന് പിടിപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് സിറം വിനിഗറാണ്. വിനിഗറിൽ നിന്ന് 1 സ്പൂൺ എടുക്കുക. അത് കഴിഞ്ഞിട്ട് 1 സ്പൂണ് പാൽ, അല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. വിനിഗർ എടുക്കുമ്പോൾ വിനിഗറിന് ഒപ്പത്തിന് വേറെ എന്തെങ്കിലും കൂടെ ഉപയോഗിക്കണം. പച്ചവെള്ളമോ പാലോ പനിനീരോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് 1 സ്പൂണ് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 സ്പൂണ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലമാവ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മളെ മുഖത്തൊന്ന് വാരി അങ്ങ് തേക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ നമ്മളെ വിനിഗർ എടുക്കുമ്പം വിനിഗറിനൊപ്പം ഒന്നുകിൽ വെള്ളമോ പാലോ ചേർക്കണം, അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും, നമ്മൾ തൈര് ചേർക്കാൻ പാടില്ല, എന്തെങ്കിലും ചേർക്കണം. അത് കഴിഞ്ഞ് നമ്മളെ മുഖത്തൊന്ന് ചെറുതായിട്ടൊന്ന് വാരി പിടിപ്പിക്കുക. ആദ്യം 1 സ്റ്റെപ്പ് ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴേക്കും ബാക്കി ഇരിക്കണം. അങ്ങനെ 2 സ്റ്റെപ്പ് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ആദ്യം ഞാൻ കുറച്ച് സമയം ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് മിച്ചം ഉണ്ടായിരുന്നു, അതും കൂടെ വാരി തേച്ച് കൊടുത്തു. പക്ഷെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പം നല്ല റിസൾട്ട് കിട്ടുന്ന സാധനമാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 സ്റ്റെപ്പ് ഇട്ടു. ഞാനിനി കഴുകി കളയും. 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം ഒരു 10-15 മിനിറ്റ് ഇട്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് ഉണങ്ങി പിടിക്കും. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വാരി തേച്ചപ്പോൾ നമ്മളത് മണ്ണ് കുഴച്ച് വാരി തേക്കണം. അതേ ഒരു പ്രതീതിയായില്ലേ മുഖമൊക്കെ കാണുമ്പം. പക്ഷേ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ലവണ്ണം മുഖത്തെ ടാനൊക്കെ ഇളവിപ്പോകും. നമ്മൾ വെയിൽ കൊണ്ടിട്ട് വരണം ആ കറുത്ത കരുവാളിപ്പൊക്കെ ഇളവിപ്പോകാൻ സൂപ്പറാണ്. അങ്ങനെ ഞാൻ മൊത്തവും വാരി തേച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു 10 മിനിറ്റോളം കൂടെ റെസ്റ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാണ് ഇട്ടത്. ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്താൽ അത് കഴിഞ്ഞ് കണ്ടല്ലോ, സൂപ്പറാണ്. താങ്ക് യു.